സാർ സാർ ഫോൺ. സാർ നരേന്ദ്രൻ. ഞാൻ ഇവിടെ തന്നെ ഉണ്ട് സാർ. സാർ ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. തലവഴി കാണിച്ചിട്ട് വന്ന് ഞെളിഞ്ഞ് നിൽക്കുന്നു. കണ്ടില്ലേ ബ്ലേഡി ഇഡിയറ്റ്. ഗുഡ് മോർണിംഗ് സാർ. എടാ കെട്ടിയെടുത്തിട്ട് മണിക്കൂർ 48 കഴിഞ്ഞില്ലല്ലോടാ കൊച്ചിയിലോട്ട്. എന്നിട്ടിപ്പോ എന്തായിരുന്നു നിന്റെ കഴം സൂക്കാട് ഇവന്റെ നെഞ്ചത്തോട്ട് പിടച്ചു കയറാൻ, അതും പബ്ലിക് റോഡിലിട്ട്. എടാ ഇങ്ങോട്ട് നോക്കാൻ. ആർ യു നോട്ട് അഷേംഡ് യു ഇഡിയറ്റ്? സാർ നിനക്ക് നാണിക്കാൻ അറിയാൻ മേലെ. സാർ സാറിന് അറിയില്ലേ നാണിക്കാൻ? ഇവനെ പോലെയുള്ള എന്റെ വക്കാലത്തോട്ട് എന്റെ മുമ്പിൽ വരാൻ. ആർ യു നോട്ട് അഷേംഡ്? തർക്കുത്തരം പറയുന്നോടാ ഇഡിയറ്റ്. സാർ പ്ലീസ് വേണ്ട സാർ, എനിക്ക് വേണ്ടി സാർ നാണം കിടാൻ നിൽക്കണ്ട. ഇന്ന് ആരുടെ മുമ്പിൽ ആഹാ തൊട്ടുപോലവനെ. സോറി സാർ. അവന്റെ ഒരു സോറി. ജയ് സാർ, നിന്റെ ഒരു റിട്ടേൺ കംപ്ലൈന്റ് എനിക്ക് വേണം. സാർ നീ കണ്ടോ? കാണിച്ചു തരാവടാ നിന്റെ സർവീസ് ബുക്കില് ഇതിന്റെ ഭവിഷ്യത്ത് എന്താണെന്ന്. മാറങ്ങോട്ട്. സാർ സാർ പെട്ടി ടേക്ക് ഇറ്റ്. സാർ ടേക്ക് ഇറ്റ് ഐ സെറ്റ്. രാവിലെ എഴുന്നള്ളിക്കോളൂ മനുഷ്യന്റെ BP കൂട്ടാൻ. ഘനമുണ്ടോടാ? എടാ നിന്നോടാ ചോദിച്ചത് പെട്ടിക്ക് ഘനമുണ്ടോന്ന്. നിന്റെ വായിലെന്താടാ? സാറങ്ങോട്ട് പിടിച്ചു നോക്ക് കനുണ്ടോ. ഒറ്റ ആ ബട്ടൺ ഇടോ. ഇപ്പൊ എങ്ങനെയാടാ? പതിവുണ്ടോ? ബോംബിറ്റ? വൈകിട്ട് യൂണിഫോം അഴിച്ച് ഹാങ്കർ തൂക്കി കഴിഞ്ഞ പിന്നെ ഒരു 4 എണ്ണം. That's none of your business. എന്താടാ? സാറ് സാറിനെ പെടുന്ന നോക്ക് സാറേ. ആ പെട്ടി അങ്ങോട്ട് വെക്കടാ. ആ തുറക്ക. നിനക്കാ? എനിക്ക് വേണ്ട. അങ്ങോട്ട് പിടിക്കടാ. എടാ കുപ്പിയാ, നല്ല മെക്സിക്കൻ ഡ്രിങ്ക്. മോന്തിട്ട് കയ്യെ നാരങ്ങ പിടിഞ്ഞതാക്കി. അതിന്റെ പേരെന്തുവാ? ഷക്കീലിയോ? ഷക്കീലല്ല, ഷക്കില. അതൊക്കെ നല്ല നിശ്ചയമാ. എന്റെ ഷാഹിനാമോള് ലാസ്റ്റ് മന്ത് ദുബായിൽ നിന്ന് വന്നപ്പോ കൊണ്ടുവന്നതാ. നരിയങ്കളിന് തരാൻ. നീ കണ്ണൂരായിരുന്നത് കൊണ്ട് അവക്ക് നേരിട്ട് കയറാൻ പറ്റിയില്ല. എന്നാടാ പിടിക്ക്. എനിക്ക് വേണ്ട. എന്ന് വെച്ചാ കുറച്ചു മുമ്പ് താഴെ സകല അവന്മാരുടെ മുമ്പിൽ വെച്ച് എന്റെ തന്തയ്ക്കും തരവഴിക്കും പിടിച്ചില്ല നിങ്ങൾ. ഞാനൊന്നും പറയുന്നില്ല. പതുക്കെ. ഡിജിയാ ഒന്ന് എടുത്തോട്ടെ. ഹലോ. കൂടെ സാർ ഷിഹാബുദ്ദീൻ. ഇല്ല സാർ, ചെവിക്ക് പിടിച്ചുകൊണ്ടുവന്ന് എന്റെ മുറിക്ക് പുറത്ത് നിർത്തിയിട്ടുണ്ട് ഞാൻ. അയ്യോ സാർ അത് വേണ്ട. ഇദ്ദേഹം ഈ ലോ റാങ്കുള്ള ഓഫീസേഴ്സിനെ നേരിട്ട് വിളിച്ച് ചീത്ത പറയാന്നൊക്കെ വെച്ചാൽ അത് വേണ്ട സാർ. സാർ ഒരു ചീത്ത വിളിച്ചാൽ അവൻ 9 എണ്ണം തിരിച്ചു വിളിക്കും. നാക്കിന് മുട്ടിയില്ലാത്ത ഇനമാണ് സാർ. ഹീസ് ആൻ അൺകൂത്ത് റോക്ക്. സാർ 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 ബോധർ ചെയ്യണ്ട, ഞാൻ ടാക്കിൾ ചെയ്തോളാം സാർ. വിളിച്ചോളാം സാർ. ഇതാണ് പറയുന്നത്, തലയ്ക്കകത്ത് കാറ്റോട്ടമില്ലാത്ത മറുഭാഷക്കാരന്മാരെ പിടിച്ച് സ്റ്റേറ്റ് പോലീസിന്റെ തലപ്പത്തോട് കെട്ടിവെക്കരുതെന്ന്. എടാ ഏതെങ്കിലും ഒരു DG ഒരു AC നേരിട്ട് ചീത്ത വിളിച്ച ചരിത്രം ഉണ്ടോടാ കേരള പോലീസിലെ? അയ്യേ. ഇനി കുറച്ചു കഴിയുമ്പോ CMന്റെ ഓഫീസിൽ നിന്ന് നേരിട്ട് വിളി വരും. എന്താ സംഭവം, എന്ത് നടപടി എടുത്തു എന്നറിയാൻ. ഞാനെന്തു പറയണം? അല്ല എന്താ പറയേണ്ടത്? പിന്നെ ഞങ്ങൾക്കൊരു പണിയില്ല. എന്താടാ? സാർ CMന്റെ നമ്പർ ഇങ്ങോട്ട് തന്നാൽ ഞാൻ വിളിച്ച് പറഞ്ഞോളാമെന്ന്. നരി നീ പൊത്ത് മേടിക്കും കേട്ടോ. കമ്പിളി കണ്ടം ജോസ്. എടാ കാലത്ത് ഞാൻ ഫോണിൽ പറഞ്ഞില്ലേ മർഡർ കേസ്. നിന്റെ സ്പെഷ്യൽ അസൈൻമെന്റ് ഇൻവെസ്റ്റിഗേഷൻ നാളെ തന്നെ തുടങ്ങണം. കിട്ടാവുന്നത്ര ബാക്ക്ഗ്രൗണ്ട്സും കടലാസുകളും ഇതിലുണ്ട്. യു വിൽ റിപ്പോർട്ട് ടു മീ. നരി ഒന്ന് നിന്നേടാ. എടാ പാടുപെട്ട് കെട്ടിച്ചോന്നോണ്ട് വന്നല്ലേടാ ഞാന്. പാടുപെട്ട് കെട്ടിച്ചോന്നോണ്ട് വന്നൊന്നുമല്ല. രാവിലെ മാഡം ഓർമ്മിച്ചെടുത്ത് പാക്ക് ചെയ്ത് പെട്ടിയിൽ വെച്ചു. സാറ് പോരാൻ നേരത്ത് മാഡം തന്നെ എടുത്ത് കാറിൽ വെച്ചു.
മറക്കാതെ എടുത്തു തരാൻ ഡ്രൈവർ പറഞ്ഞ് ഏൽപ്പിച്ചു. അതല്ലേ സത്യം? അപ്പൊ അവള് വിളിച്ചായിരുന്നു നിന്നെ എന്റെ അറാം പറഞ്ഞോള്? ഇല്ല സർ, സാറിന്റെ അറാൻ പറഞ്ഞോളൂ, എന്റെ അറാൻ പറഞ്ഞോളൂ വിളിച്ചിരുന്നു. താങ്ക് യു സർ. എടാ അത് പറഞ്ഞപ്പോഴാ ഓർത്തത്. പ്രഭ എന്താ പരിപാടി? അവൾ പ്രാക്ടീസ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ? ഞാൻ ആരെങ്കിലും വിളിച്ചു പറയണോടാ സീനിയേഴ്സിനോട്? വേണ്ട സർ, ആണ്ടിൽ 4 പ്രാവശ്യം സ്ഥലം മാറ്റം കിട്ടുന്നവന്റെ ഭാര്യയ്ക്ക് വക്കീൽ പണിയെന്നല്ല ഒരു പണിയും ഒഴുക്കില്ല. എടാ ഇത് എന്റെ തീരുമാനമല്ല, അവളുടെ തിരിച്ചറിവാണ്. ഷീ ഹാസ് ക്വിറ്റ്. ഒന്നുകിൽ എല്ലാം ചേർത്ത് എന്നെ സർവീസിന് ഡിസ്മിസ് ചെയ്യണം, അല്ലെങ്കിൽ അച്ഛനെ തീർത്ത പോലെ ആരെങ്കിലും പോകാൻ പറഞ്ഞ് എന്നെ അങ്ങ് തീർക്കണം. എന്നാലേ പാവം അവൾക്ക്. നിർത്തടാ, അറം പറ്റുന്ന വർത്താനം പറയും. എടാ തോമസ് ആന്റണി, നിന്റെ പഴയ അവനായിരിക്കും ഈ കേസിൽ നിന്റെ ഇമ്മീഡിയറ്റ് സുപ്പീരിയർ. അവൻ നിന്നെ വിളിച്ചോളൂ. ഓരോരോ സാറിനെ പണി മാത്രം കെട്ടുന്ന കേട്ടപ്പം ബാറ്ററി പോക്കാണ് സർ. ചവിട്ടിയരപ്പിച്ച് നോക്കി എടുക്കുന്നില്ല. ആരാന്ന് വെച്ചാൽ നോക്കാൻ പറ. അതായത് വീട്ടിലെത്തിച്ചേ. ഓട്ടോ വിളിച്ചോ. എന്നാൽ കണ്ണൂരിൽ നിന്ന് വന്ന് ചാർജ് എടുത്തിട്ട് ഒന്ന് വിളിച്ചില്ലോടാ നീ? എന്നെ പറ്റിയടാ സാർ. ആക്ച്വലി പറയടാ. സാർ, ഐ മീൻ ഉത്തം ബാറ്ററി കിടന്നായിരുന്നു സാറേ. ഇന്നലെ വണ്ടി ഹാൻഡ് ഓവർ ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ മറ്റേ DVSP സെബാസ്റ്റ്യൻ സാറ് അത് ഊരിയിട്ട് പുള്ളിയുടെ സ്വന്തം വണ്ടിയെ പിറ്റി. അത്രേ ഉള്ളൂ. നീ ഒരു പണി. എന്തോ? നിനക്ക് നമ്മുടെ ആ സഹദേവന്റെ ബാർ അറിയില്ലേ? അയ്യോ സാറേ, എടാ നോർത്തിലെ ഒമേഗ ബാറ്. നിനക്ക് ഓർമ്മയില്ലടാ? എടാ തേരട്ട സഹദേവൻ, വ്യാജമദ്യം, പണ്ടൊരു 5-6 പേരുടെ കണ്ണുപോയ കേസ്. എടാ അന്ന് നീ അവനെ പിടിച്ച് അകത്തിട്ട് ചവിട്ടിയിട്ട് അവന്റെ 3-4 റിബ് ഒടിച്ചിട്ടുണ്ട്. ബെസ്റ്റ് കക്ഷി. ഓ, നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. സുലൈമാനെ, നീ നേരെ ഒമേഗ ബാറിലേക്ക് ചെല്ലുക. കൗണ്ടറിൽ സഹദേവന്റെ അളിയൻ മിസ്റ്റർ പുഷ്കരാശനെ കാണുക. എന്നിട്ട് തോമസ് ആന്റണി സാർ SP പറഞ്ഞിട്ടാന്ന് പറയുക. അവൻ മിനിറ്റ് വെച്ച് ആളെ വിട്ട് വണ്ടി എടുപ്പിച്ച് പുതിയ ബാറ്ററിയും പിടിപ്പിച്ച് പറയണ സ്പോട്ടിൽ കൊണ്ട് ഇട്ട് തരും. നീ ചെല്ലേ, ഞാൻ വിളിച്ചു പറഞ്ഞോളാം. ഇനി വേറെ വല്ലതും വേണോടാ? ഫോഗ് ലാമ്പോ, ടയറോ, ഓയിൽ ചേഞ്ചോ? എനിക്കൊരു ബാറുകാരന്റെ ബാറ്ററി വേണ്ട, കോപ്പം വേണ്ട. സർക്കാർ വണ്ടിയാ, സർക്കാർ പണിച്ചോളൂ. സർക്കാർ പിന്നെ പുഴിങ്ങ ഇങ്ങ് തരും. എടാ നരി, ദേ നോക്ക്. എടാ നമ്മുടെ ഈ ഡിപ്പാർട്ട്മെന്റിലെ മുഴുവനെ 3/4 വണ്ടികളും ഒരുവിധം മെനയായിട്ട് റോട്ടിൽ കിടന്ന് ഓടുന്നതേ വേണ്ടേ ഈ പാവം പിടിച്ച ബാറുകാരന്മാരുടെയും സ്പിരിറ്റ് കച്ചവടക്കാരുടെയും കൃപാകടാക്ഷം കൊണ്ടാ. എന്തിന്? എന്റെ ഈ സ്കോഡ ഓയില്, ഡീസല്, ഫിൽറ്റർ ചേഞ്ച്. എടാ എടുത്തിട്ട് 6 മാസമായി. ഒരൊറ്റ നയ പൈസയുടെ കാശ് സ്വന്തം പോക്കറ്റിൽ നിന്ന് ഇറക്കിയിട്ടില്ല തോമസ് ആന്റണി. എല്ലാം സ്പോൺസേഡ് ആടാ. എന്നാ പിന്നെ വീട്ടിൽ പെമ്പർ നോക്കിക്കൂടെ ഏർപ്പാടാക്കി കൊടുത്തൂടെ? എന്തോന്ന് സ്പോൺസർഷിപ്പ്? പിന്നെ ഒരു കാര്യം, ഇനി മുതൽ ഈ പണ്ടത്തെ പോലെയുള്ള എടാപോടാ വിളി വേണ്ട. ഇന്നത്തെ നിലയ്ക്ക് AC നരേന്ദ്രനേക്കാൾ ഒരു പടി മുകളിലാണ് തോമസ് ആന്റണി. SP. ആ മാനക്കേട് അടിയൻ അങ്ങ് സഹിച്ചു. അല്ല പിന്നെ എടാ നരി, അല്ലെ പിന്നെ ഇന്ന് ഓഫീസിൽ കയറണ്ട. നിന്നെ കണ്ടതല്ലേ, വാ കയറ്. നമുക്ക് നേരെ ക്ലബിലേക്ക് വിട്ടേക്കാം. നല്ല സ്മൂത്ത് റമ്മ് കിട്ടും. വേണ്ടെന്നേ, സാർ ഒരു റാങ്ക് മുകളിലല്ലേ, വിട്ടുവയ്ക്കോ. വാ കേറടാ. ഓസ് വേണ്ടെന്നേ. ഇല്ലടാ, നിന്റെ വീട്ടിലേക്കാ. നീ അവളെ വിളിച്ചു പറ നല്ല ചായ ഇട്ട് വെക്കാൻ. വാടാ കേറ്. ദി മോഡേൺ ലെഫ്റ്റ്, ചലഞ്ചസ് ആൻഡ് പ്രോബ്ലംസ്, സമരവും ജീവിതവും. എന്താടി ഇവനെപ്പോഴും വലിയ സഖാവാ? കഷ്ടം. എന്നാലും എന്റെ പ്രഭേ, ഇവന്റെ ഈ ഒടുക്കത്തെ ന്യൂ ലെഫ്റ്റും മോഡേൺ ലെഫ്റ്റും വാങ്ങിച്ചു കൂടുന്ന ചക്രം ഉണ്ടേല് തന്റെ ഈ തിന്നേല് 4 നല്ല കസേര വാങ്ങിച്ചിടായിരുന്നല്ലോ. ആരെങ്കിലും വന്ന് കേറുമ്പോ മെനയായിട്ടൊന്നിരിക്കാൻ. വരുന്നുണ്ട് തോമാച്ചൻ, നേരിട്ട് തന്നെ ചോദിച്ചാ മതി. ദേ കണ്ടില്ലേ, നിങ്ങളുടെ ഈ കഴിഞ്ഞ ട്രാൻസ്ഫറിന് ഈ പഴഞ്ചൻ സാമാനങ്ങളെല്ലാം കൂടി ഇവിടുന്ന് കെട്ടിപ്പറക്കി കണ്ണൂർക്ക് പാഴ്സൽ വാണി കയറ്റുമ്പോഴേ ഞാൻ പറഞ്ഞതാ നരീനോട്. എടാ നിലമ്പൂര് നമ്മുടെ വിശ്വസ്തന്മാര് പിള്ളേരുണ്ട്. അവന്മാര് കാട്ടിക്കേറി നല്ല 1-ാം തരം കള്ളത്തടി വെട്ടി വീട്ടിൽ കൊണ്ട് ഇട്ടു തരും. എന്നതാ വേണ്ടേന്ന് വെച്ചാ നല്ല ഈട് ഫർണിച്ചർ പണിയിപ്പിച്ചിട്ടോടാന്ന്. ആര് കേക്കാൻ? ആ കള്ളത്തടി വെട്ടിക്കൊണ്ടുവന്ന് തന്റെ അമ്മായപ്പനില്ലേ ഉമ്മച്ചൻ കോണ്ടാക്ടർ, അത് ഞാനൊരു സപ്രപഞ്ചം പണിത് കൊടുത്തു. എനിക്കിതാ ഇവന്റെ ഇതേ ഇരുന്ന ഊരിറക്ക. സാറന്മാരാരും ഈ വഴിക്ക് വിരുന്ന് കയറണ്ട. നല്ല ചായ. ഒന്ന് പോടാ. ദേ പ്രഭേ, നാളെ കാലത്തെ ഞാൻ അവന്മാരെ പറഞ്ഞിങ്ങോട്ട് വിടും. ഇൻസ്റ്റാൾമെന്റുകാര്
സെറ്റിയോ കട്ടിലോ ഡൈനിങ് ടേബിളോ കോപ്പോ കുടച്ചക്രോ എന്നതാ വേണ്ടെന്ന് വെച്ചാ ഇറക്കിച്ച് പോവന്മാര്. സൗകര്യം ഉള്ളപ്പോ ഉണ്ടെങ്കിൽ ഉള്ളതുപോലെ അടവടച്ചാ മതി. ഇനി ഇല്ലേ ഒട്ടടയ്ക്കുകയും വേണ്ട. നമ്മുടെ പിള്ളേരാടാ. തോമാച്ച, ആ, ഇൻസ്റ്റാൾമെന്റ് ആണ് പുട്ടുകൂടാണെന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു ചെറ്റ എന്റെ മുറ്റത്ത് കാല് കുത്തിയാലുണ്ടല്ലോ, അവന്റെ നടുവ് ഞാൻ ചവിട്ടി പറിക്കും. ആ ഒടിക്കോ പറിക്കോ എന്നാ ചെയ്യ്, നിന്റെ ഇഷ്ടം. എന്നാ പറവേ. ഹായ് തോമാച്ച. മോനെ. ആ കഴിഞ്ഞ തവണ നീ ആശുപത്രി കിടന്നപ്പം തോമാച്ച കാണാൻ വന്നിരുന്നു, കണ്ണൂര്. ഓർമ്മയുണ്ടോടാ മക്കളെ? ഇപ്പൊ അവസ്ഥയൊക്കെ മാറി, മച്ച് ബെറ്റർ ഇല്ലടാ. ഇവനെ ഇവിടെ ചേർത്തോ? ഓ ചേർന്നല്ലോ. നാഷണൽ പബ്ലിക് ഓ സ്കൂൾ. നാഷണൽ പബ്ലിക് സ്കൂൾ നല്ല ഫസ്റ്റ് പള്ളിക്കൂടം. എന്ത് ആദർശം വേണേലും നീ പറഞ്ഞു. പക്ഷെ ഒരൊറ്റ കാര്യം, കൊച്ചുങ്ങളുടെ ഫ്യൂച്ചർ അത് വെച്ച് നീ കളിക്കരുത്. പോവാ. ഓ ബട മക്കളെ, നമുക്ക് പോയേക്കാം. ഞാനും ഇനി ഞാൻ കൊണ്ടുപോവാ. ഡിന്നർ കൊടുത്ത് കുറിപ്പിന്റെ കൂടെ തിരിച്ചു വിട്ടേക്കാം. ആ ഇന്നിവിടെ ഇനി ഒന്നും വെക്കണ്ട, ഫുഡ് ഞാൻ കൊടുത്തയച്ചോളാം. വേണ്ട, അതെന്നാടാ? നീ ഇവനെ കൊണ്ട് വയ്ക്കോ, ഞങ്ങൾ അങ്ങോട്ട് വന്നേക്കാം. ഇന്ന് അത്താഴം അവിടെ നിന്റെ വീട്ടില്. അടി വില. ഓക്കെ, നമുക്ക് പോവാനെ. ആ പിന്നെ നരി, നീ പോരുമ്പോ ആ അയച്ചു തന്ന സാധനം അതും കൂടെ എടുത്ത് വണ്ടിയിൽ വെച്ചാലേ. ഓക്കെ. എടാ മറ്റേ ഷക്കീല, നമുക്ക് നാരങ്ങ നീര് പറ്റി നക്കാവടാ. എന്നാ? താങ്ക് യു. എടാ ദേ, ഇനി മാഡം വന്നിറങ്ങുമ്പോ അവര് വെയിറ്റ് ചെയ്യിച്ചു എന്ന് പറഞ്ഞ് ചുമ്മാ നീ ഒരുമാതിരി കണാവുണ വർത്താനം പറഞ്ഞേക്കരുത്. ഓ ആ എത്തിയല്ലോ. ഗുഡ് ഈവനിങ് മാഡം. ഞാൻ തോമസ് ആന്റണി, SP. ബാലു മുമ്പ് തൃശ്ശൂർ ഇരുന്നപ്പോ അതേ SP ആയിരുന്നപ്പോ ഞാൻ PG സർക്കിളാ. ഇടയ്ക്കിടയ്ക്ക് അതേ അവിടുന്ന് വിളിച്ചു പറയുമ്പോ ഞാൻ വെടിയറിച്ചായിട്ട് വരുമായിരുന്നു വീട്ടിൽ. അയ്യോ മാഡം, ഇത് നരേന്ദ്രൻ, JCയാ. കണ്ടിട്ടില്ലെന്നേ ഉള്ളൂ. വരൂ. ടിപ്പിക്കൽ കേസ് ഓഫ് ഹിറ്റ് ആൻഡ് റൺ. അതല്ലാതെ വേറെ മരണകാരണമൊന്നും പറയാനില്ല. അങ്ങനെ തന്നെയാണ് നിങ്ങളുടെ പോലീസ് റിപ്പോർട്ടിലും, അല്ലേ? അതെ അതെ. കണ്ടില്ലേ, ഇന്റാക്ട് ആയിട്ട് മുഖം മാത്രമേ ഉള്ളൂ. അതർവൈസ് ഈസ് എ കംപ്ലീറ്റ് മെസ്. ഒടിയാനും ചതയാനും ഇനി ഒന്നും ബാക്കിയില്ല. മാം പറയുന്നത് നീ കേൾക്കുന്നില്ലേ? ഓ സർ, ഇവിടെ ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്തേ. ഇവിടെ അയ്യോ എടാ, മാഡത്തിന് 6 മണിക്കൂർ റിസപ്ഷൻ ഉണ്ട് അല്ലേ മാം? അതെ, ഇതിപ്പോ ഒരാഴ്ച കഴിഞ്ഞു. ബോഡി പോസ്റ്റ്മോർട്ടത്തിന് കിട്ടുമ്പോ തന്നെ പഴകിയിട്ടുണ്ട്. നിങ്ങളുടെ പ്രൊസീജിയർ കഴിഞ്ഞെങ്കിൽ ഇനി റിലീസ് ചെയ്യാൻ വൈകിക്കണ്ട. ഈ പാട് ഇൻക്വസ്റ്റിൽ ഇത് എഴുതിയിട്ടുണ്ട്. ഡോക്ടർ ഒബ്സർവേഷനിൽ പ്രത്യേകിച്ച് വേറെ എന്തെങ്കിലും? നോ, റിപ്പോർട്ട് നിങ്ങളും വായിച്ചതല്ലേ? അതെ, എനിക്ക് ഒരു 5 മിനിറ്റ് ഡോക്ടറോട് സംസാരിക്കണം. ഫേസിന്റെ ക്ലോസ് ഷോട്ട്സ്, എല്ലാ പോസിബിൾ ആംഗിൾസും, പിന്നെ ഫുൾ ബോഡി, ഇഞ്ച് ടു ഇഞ്ച്, എവറി മാർക്ക് ഇൻ ഡീറ്റെയിൽ. ഡോക്ടർ പ്ലീസ് കം, പ്ലീസ് കം. സാർ. അയ്യോ ഇല്ല സാർ. ഞാൻ എത്തിക്കോളാം സാർ. ഇല്ല സാർ, ഞാൻ വെയിറ്റ് ചെയ്തോളാം സാർ. CM ആയിരുന്നു. കളിയാക്കുന്നോടാ? അല്ല പിന്നെ, ചില നേരത്തെ സാറിന് ഈ പഴയ നാടകത്തിലെ 4 പോലീസിന്റെ ഊര. മേലാവിന്ന് ഫോൺ വരുമ്പോ ഇവിടെ എഴുന്നേറ്റ് അറ്റൻഷൻ ആവുക, ഫോണിൽ കൂടെ സല്യൂട്ട് ചെയ്യുക, അവിടെ ചീത്ത വിളിച്ച ഇവിടെ മൂത്രം ഒഴിക്കുക. നാണമില്ല സാറേ? അയ്യേ. എന്നിട്ട് ബോഡി എക്സാമിൻ ചെയ്തിട്ട് എനി ലീഡ്സ്? അങ്ങനെ ലീഡ്സ് ഒന്നും പറയാറായിട്ടില്ല. പിന്നെ പോസ്റ്റ്മോർട്ടം ചെയ്ത് മറ്റേ IG ബാലുവിന്റെ
ഐ ജി ബാലുവോ? നിന്റെ കീഴാഫീസറാണോട് ഐ ജി ബാലഗോപാലൻ സാർ. ആ ബാലഗോപാലൻ സാർ. ആ, അദ്ദേഹത്തിന്റെ ഭാര്യ ഡോക്ടർ രത്നകുമാരി. ഷീസ് ടു ഗുഡ് എ പ്രൊഫഷണൽ. അങ്ങനെ ഒന്നും മിസ് ചെയ്തിട്ട് തോന്നുന്നില്ല. ഉം. എക്സെപ്റ്റ് ഈ മുറിവ് അടികൊണ്ട പാടാ. ഉം. എന്ന് വെച്ചാൽ കമ്പിളികണ്ഠൻ ജോസ് മരിക്കുന്നതിന് മുമ്പ് അടി കൊണ്ടിട്ട് 6 സ്റ്റിച്ചിട്ട പാടും. അതുകൊണ്ട് സാർ ഇതൊരു ലീഡാണെന്നോ അത് അന്വേഷിക്കണമെന്നോ എന്നൊന്നും അറിയില്ല. ഒന്നും തീരുമാനിച്ചിട്ടില്ല. പക്ഷേ ഡോക്ടർ ഇത് ശ്രദ്ധിച്ചിട്ടില്ല. മഹാസ്ട്രലിലും ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലും ഇത് എഴുതിയിട്ടുണ്ട്. ഡോക്ടറുടെ റിപ്പോർട്ടിൽ ഇത് മെൻഷൻ ചെയ്തിട്ടില്ല. അഥവാ അവരിത് നെഗ്ലക്ട് ചെയ്തു. അയ്യോ, മനഃപൂർവ്വം നെഗ്ലക്ട് ചെയ്തെന്നല്ല, അങ്ങനെ ആവണമെന്നുമില്ല. നീ അവരോട് ചോദിച്ചില്ലേ? ചോദിച്ചു. ആ, ഇനി ഇതിന്റെ പേര് മോളിൽ നിന്ന് തെറിവെല്ലാം വരുവോ? നീ പറഞ്ഞു കുഴപ്പിച്ചോ? ഇല്ല സാർ, ഒരു IPS കാരന്റെ 2ാം ഭാര്യയോട് ഒരു സാധാ അസിസ്റ്റന്റ് കമ്മീഷണർക്ക് ചോദിക്കാവുന്ന ലിമിറ്റിൽ അത്രയേ ചോദിച്ചുള്ളൂ. എന്നിട്ട് അവരുടെ വെർഷൻ കറക്റ്റാണ്. ഉം. മരണവുമായി ഈ മുറിവിന് ബന്ധമില്ല. ഉം, ഉം. ഇത് മരണ കാരണമോ കാരണങ്ങളിലൊന്നോ അല്ല. ഉം. സോ ഇത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മെൻഷൻ ചെയ്യണമെന്നുള്ളതിന് നിയമവശാൽ വ്യവസ്ഥയില്ല. അങ്ങനെ പറഞ്ഞോ ഡോക്ടർ? പറഞ്ഞു. സാർ, ഈ ജോസ് മരിക്കുന്നതിന് മുമ്പ് അല്ല, കൊല്ലപ്പെടുന്നതിന് മുമ്പ് ആരുമായ ആരോ ഭാരമുള്ള ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. മടിയാകാം, ലാത്തി, ക്ലബ്ബ്, വാക്കിംഗ് സ്റ്റിക്ക്, ചുറ്റിക, എനിത്തിങ്. വെറും മടിയല്ല, ലോഹം. അങ്ങനെ എന്തോ കൊണ്ട് അടിച്ച മറ്റേ മോന്ത പൊട്ടിച്ചിട്ടുണ്ട്. ഓ, മരിക്കുന്നതിന്റെ തലേദിവസം അല്ലെങ്കിൽ അതിന്റെ തലേദിവസം ഉണ്ടായ മുറിവാണ്. അതിൽ കൂടുതൽ കൃത്യമായി പറയാൻ പറ്റില്ല. എന്ന് പറഞ്ഞോ ഡോക്ടർ? ഇല്ല. പിന്നെ കണ്ടാലറിയാം സാർ. ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷനിൽ മിനിമം എക്സ്പോഷറിൽ ഒരു സാധാ പോലീസുകാരൻ ഒരു ബോഡി കണ്ടാൽ, ഒടിവോ ചതവോ മുറിവോ കണ്ടാൽ ഒരുപാട് തെളിവുകൾ കിട്ടും. IPS കാരന്റെ കണ്ണിൽ അത് പെടണമെന്നില്ല. ഓഹോ, അതെന്താ? സാർ, ഞങ്ങളെ പോലെയുള്ള കീഴ് ഓഫീസർമാര്, അതായത് ലോ റാങ്കിലുള്ള ഓഫീസർമാർ എഴുതി തരുന്ന റിപ്പോർട്ടുകളെ നിങ്ങൾ വായിക്കാറുള്ളൂ. ചത്തവന്റെ ബോഡി വായിക്കാറില്ല. വേണോടാ? വേണ്ട. ഇനി വേറെന്തെങ്കിലും ഉണ്ട് സാർ, ചോദ്യങ്ങളാണ്. അത് ശരി. അപ്പൊ നീ എന്നെ ചോദ്യം ചെയ്യാൻ പോവാണോ? യെസ്, മർഡർ ആണെന്ന് നിങ്ങൾ പറയുന്നു. എനിക്ക് ഉറപ്പില്ല. അങ്ങനെ ആവാം അല്ലേ? അതെ സാർ, ഈ മഹാനഗരത്തിൽ ഒരു വർഷം 100 കണക്കിന് കേസുകൾ ഉണ്ടാവുന്നു ഈ ഇനത്തിൽ. മർഡേഴ്സ്, അജ്ഞാത മൃതദേഹങ്ങൾ, അങ്ങനെ പലതും. അതൊന്നും ആരും അന്വേഷിച്ചു പോകാറില്ല, ഒന്നും ഒട്ട് തെളിയാറുമില്ല അല്ലേ? അതെ. പിന്നെ ഇവന് മാത്രം എന്താണ് ഈ ഒരു പ്രത്യേകത? എടാ, അത് ഇതൊരു മർഡർ ആണെന്ന് ആര് തീരുമാനിച്ചു സാർ? നിങ്ങളോ അതോ നിങ്ങൾ ഇത് ഏൽപ്പിച്ച മുഖ്യമന്ത്രി? ഇതിപ്പോ ഒരു മർഡർ ആണോ എന്ന് ചോദിച്ചാൽ CM അങ്ങനെ ഇൻഫർമേഷൻ ഉണ്ട് സാർ. നീ ഇപ്പൊ ഇത്രയൊക്കെ അറിഞ്ഞാ മതി, ബാക്കി വഴിയെ. ബാക്കി വഴി അറിയണം, ചോദിക്കും. ആരോട്? മുഖ്യമന്ത്രിയോടോ? എന്താ സാർ ചോദിക്കണോ? പാർട്ടി തെരഞ്ഞെടുപ്പിന്റെ രഹസ്യ ഗ്രൂപ്പ് കഴിഞ്ഞ് ഇന്ന് രാത്രി ഗസ്റ്റ് ഹൗസിൽ എത്തുന്നില്ലേ മൂപ്പലെ? നമുക്കൊന്ന് ചോദിച്ചാലോ സാർ? ഓ, ഇവനെന്റെ തല തെറിപ്പിക്കും. രാത്രി ഗസ്റ്റ് ഹൗസില്. എടാ, CM കാണുന്നു. ലോ റാങ്കിലുള്ള ഒരു പോഴനാണെങ്കിലും നിന്നെ കൂടെ കൂട്ടാൻ പറഞ്ഞിട്ടുണ്ട്. പോവാ. ഷാർപ്പ് 9 PM. ലാൽ സലാം.